ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും അച്ഛമ്മയും നടക്കാൻ പോവാണ് ഗൈസ്. ഈവനിങ് വോക്ക് ചെയ്തുകൊണ്ട് പോവാണ്. ഞാൻ കണ്ടായിരുന്നു, പരിചയക്കാരെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പതറിപ്പോയി. ഇതുണ്ട് നല്ല ഹില്ല്, കുറച്ചധികം ദൂരം അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. സഫയുടെ വീട്ടിൽ പോയാലോ? അയ്യാ, എന്തായാലും ഫുൾ വീഡിയോ കാണുക. ഒന്നുമില്ല, നടക്കുന്നത് മാത്രമേ കാണിക്കാനുള്ളൂ. അച്ഛനാണ് ചുമ്മാ എന്താ പറയാറിയാതെ നടത്തെടുത്തു പോവുക. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വലിയൊരു വ്ളോഗ് ഇടുന്നത്. അതായത് കുഞ്ഞു വ്ളോഗ് വലിയൊരു വ്ളോഗായിട്ട് പറയും. ഹായ് പറ. ഹായ്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വെക്കുമ്പോൾ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ എന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്. ഞാൻ മാത്രമേ സാധാരണ നടക്കാൻ പോകാറുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകും, കാനയുടെ അവിടെ വരെ. അപ്പടി വണ്ണം പിടിച്ച് ചുമ്മാ നടന്നേക്കാന്ന് വെച്ച് ഡയറ്റിങ് പോട്ടെ, എക്സസൈസ്. ഞാൻ ഇന്നും രാവിലെ എണീക്കും, അറിയത്തില്ല. പക്ഷെ ഇന്നലെ ഇച്ചിരി താമസിച്ചു പോയി. അത് റുട്ടീൻ്റെ കുറച്ച് പ്രോബ്ലംസ് കാരണം ഇന്നലെ മടുത്ത്. ഇതിപ്പിനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യം വരില്ല, ഇതിനകത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. അല്ലെ പിന്നെ ഞാൻ വീഡിയോ ക്ലിപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടാണ് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ. കണ്ട ഇവിടെ തന്നെ കുറേ കൂട്ടുകാരിമാരൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഇന്ന് സ്കൂളിൽ വെച്ച് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഇന്ന ക്രാഫ്റ്റ് ചെയ്യണം. ഐ എം സോ ഹാപ്പി. അപ്പടി ക്ഷീണിച്ചു. ഞാനെന്നും നടക്കാൻ പോകുന്നതാണ് എന്നും. പക്ഷെ ഞാനിന്ന് ഇവിടം വരെ ഒന്നും വരാറില്ല. പണ്ട് അമ്മയുടെ മഞ്ജുവണ്ടിയുടെ ഒക്കെ കൂടെ ഇതുണ്ടോ, ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നതാണ്. ഇതെനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പുറകിൽ കൂടെ വരികയാണ്. മൊത്തം കാടാണ്. അപ്പടി നടന്ന് മടുത്ത്. ഞാനിവിടെ വരാറില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് അങ്ങ് പോയാലോ? അത്രയും പോകണ്ടെന്നാലും ഞാൻ ഇത്രയും പോകത്തില്ല. ഞാനും മഞ്ജു ആൻറ്റിയും അമ്മയും കൂടെ അങ്ങ് പോവും. അതായത് ഇതൊക്കെ തരാം. ഇതാണ് വഴിപ്രദേശം. എൻ്റെ ആദ്യത്തെ വോക്കിംഗ് വ്ളോഗ്, എൻ്റെ ആദ്യത്തെ വ്ളോഗ് എന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ്സും അങ്ങനത്തെ കുറച്ച് ആൽക്കൂലിക്ക് പണികളൊക്കെയാണ്. പക്ഷേ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തരികയാണ് ഗ്രാൻഡ് മദർ. എനിക്കെന്താ ഇനി പറയേണ്ടതെന്ന് അറിയത്തില്ല ഗൈസ്, ഒന്നും പറയാനില്ല. നിങ്ങളിതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നല്ല രസമാണ്. ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അതിലുപരി നല്ല രസമാണ് ഈ മോർണിംഗ്. ഓക്കെ, യൂട്ടേൺ അടിക്കുകയാണ്. ഓക്കെ, ഇനി തിരിച്ചങ്ങോട്ട്. അവിടെ ഒരു കാനയൊക്കെ ഉണ്ട്, പക്ഷെ അവിടുത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയതാണ്. പക്ഷെ മഴ സമയത്ത് അവിടെ ചെന്നപ്പോൾ കുളിയായിരുന്നു എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഇവന്മാരെല്ലാവരും കൂടെ ആറ്റിൽ കിടന്ന് ചാടും. എൻ്റെ അനിയനും എല്ലാവരും കിടന്ന് ആറ്റിൽ കിടന്ന് ചാടും. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, ആകെപ്പാടെ കുറച്ച് റബ്ബർ തോട്ടങ്ങൾ മല്ലി കാണാം. പിന്നെ ഇലക്കിടക്ക് ഒരു കുഞ്ഞു വാഴകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, ക്രിസ്മസ് ട്രീ പോലെ വെക്കുന്നു സൈഡിൽ. ഓ മൈ ഗുഡ്നസ്, ഒച്ചഴിയുന്ന പോലെ ബാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുക. കൈ വീശി നടക്കണം. കൈ വീശി നടന്നില്ലേ അതൊരു എക്സസൈസ് അല്ല ഗ്രാൻഡ് മദർ. കം ഫാസ്റ്റ്. ഓക്കെ, ഞാൻ വീട്ടിലൂടെയൊക്കെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങി. ഇവിടെ മൊത്തം പൊടിയാ. ഇതിലൊക്കെ ഇതാൻ്റെ ഇല. എനിക്ക് ഈ ഇല ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്ത് ശിലാവിന്യാസ ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് ശിലാവിന്യാസം എന്ന് പറഞ്ഞാൽ ജാലികയോ സമാന്തര ശിലാവിന്യാസം, ആ സാധനമാണ് ഈ സാധനം. ഒന്നോ വണ്ടി വരുന്നു. നിലത്തൂടെ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ ബാക്ക് ക്യാമറ എനിക്ക് തിരിക്കത്തില്ല. പയ്യെ വന്നാൽ മതി.
ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം ചെയ്യാം. പക്ഷേ ഉണ്ണിയും കൂടെ വേണ്ടായിരുന്നല്ലേ. അയ്യോ, നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കാണാൻ. നല്ല വ്യൂ പോയിന്റ് കാണാൻ നല്ല രസമാണ്. ആ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കടലിൽ നിന്നൊക്കെ കാണുന്ന പോലെ മലയുടെ അതിലേക്കൂടി ഇങ്ങനെ അസ്തമിക്കുമ്പം അതിന് ഈ സൂര്യന് പിങ്ക് കളറും ബ്ലൂ കളറും ഒക്കെയാണ്. അത് പിങ്ക് കളറാണ് ഏറ്റവും സൂപ്പർ. പിങ്ക് കളർ വരും, പിന്നെ വയലറ്റ് കളർ. ചടാ കുഞ്ഞി കുഞ്ഞി ചെടികൾ നല്ല രസം. ഈ ചെടി ഞാൻ നോക്കി വെച്ചേക്കുകയാണ്. സൂപ്പർ ചെടി. ഓക്കെ, കൈവീശി നടക്കുക. ബാക്കിലൂടെ വരും. കാണത്തില്ല. റംബുട്ടാൻ. ആ, അതാ റംബുട്ടാൻ. റംബുട്ടാൻ കേടായിക്കെ പോന്നു. കുറച്ചുകൂടെ കാണും. ഈ എല്ലാം മൊത്തം റംബുട്ടാൻ്റെയാണ്. അവിടെ കാനയുണ്ട്, അവിടെ കാലൊക്കെ കഴുകാം. കാല് കഴുകിയിട്ട് തിരിച്ചു തരാം. അത് അവൻ്റെ ട്യൂഷൻ സെൻറ്റർ വരെ നടക്കുന്നുണ്ടോ? ഞാൻ കാന വരെ പോവും സാധാരണ. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പൂക്കൾ എന്ന് പറഞ്ഞാൽ ആ കാണുന്നൊരു വീടുണ്ട്. ആ വീട്ടിൽ ഇഷ്ടം പോലെ പൂക്കളാണ്. എന്ന് പറഞ്ഞാൽ കുറേ അധികം ടൈപ്പ് ഓഫ് പൂക്കളുണ്ട്. പക്ഷേ ഇവർ ഒരു പൂ പോലും പറിക്കത്തില്ല. ഓണത്തിന് പോലും ഒരെണ്ണം പോലും പറിക്കത്തില്ല. ചിലപ്പോൾ ചില സമയത്ത് ഇവരുടെ മക്കളൊക്കെ വരുവാണെങ്കിൽ മാത്രം ഇവരിങ്ങനെ പറിച്ച് ഇടുകയൊക്കെ ചെയ്യും. പക്ഷെ അല്ലാതെ ഇവർ ആ ചെടിയിൽ നിന്ന് ഒരൊറ്റ പൂ പോലും പറിക്കത്തില്ല. ഞാനൊക്കെയാണത് ഈ ചെമ്പരത്തിയൊക്കെ എപ്പോൾ പറിച്ചെന്ന് തോന്നുന്നത്. അല്ല, ചെമ്പരത്തി ചെവിയിലെടുത്ത് കുത്തിയത് ഞാൻ വട്ടിയാണ്. പക്ഷേ വട്ടുള്ള ആളാണെന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ സൈഡിലേക്ക് വരുന്നില്ല. ഓക്കെ, നമ്മുടെ വീടെത്തി. ഇനി നേരെ അങ്ങോട്ട് പോകണം. സാധാരണ അവിടെ ഒരു കാനയുണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴൊന്നും ഈ വീഡിയോ എടുക്കത്തില്ല. ഇന്ന് അമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഓക്കെ, അമ്മ അവിടെ പകുതി ആയപ്പോഴത്തേക്ക് സ്റ്റക്കായി. എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കാണിച്ചു തരാം. ഇത് കണ്ടോ, താഴോട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതാണ് ഈ നോക്കി നിൽക്കുന്നത്. പപ്പ എൻ്റെ വ്ലോഗാ. ഹായ് കൊടുക്ക്. അമ്മ അവിടെ അന്നം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. ഓക്കെ, ഇനി നേരെ പോവാം. അപ്പോൾ അമ്മ ടാറ്റ തന്നു, അപ്പ ടാറ്റ തന്നു, അച്ഛമ്മ ഹലോ കാണിച്ചു. അവനെന്തേ ഗൈസ്? ഞാൻ കുറച്ച് അമ്മയുടെ ഗൈസിനോട് സംസാരിക്കാൻ സമയം 6 മണിയോടടുത്തിരിക്കുന്ന ഞങ്ങളൊന്ന് വിഴിഞ്ഞോട്ടിന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ അടുത്തൊരു കൈതത്തോട്ടമൊക്കെ ഉണ്ട്, കാണുക. അവിടെ എന്നാക്കിയ കാണിച്ചു കൊടുക്കുന്നേ? അവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കൈതത്തോട്ടമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കൈതത്തോട്ടമുണ്ട് ഗൈസ്, അതറിയത്തില്ല. അതൊക്കെ ഒന്ന് കണ്ടു കളയാൻ പറഞ്ഞു. കണ്ടോ നിങ്ങളുടെ കൈതകൃഷി? ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞ ഞങ്ങളുടെ കൈതകൃഷി, നമ്മുടെ കൈതകൃഷി. ആരും വേണ്ട നമുക്ക്. പിന്നെ കുറച്ച് വീഡിയോ എന്നതിന് എന്തിന്? ഇതാ ഞാൻ അവിടം വരെ അങ്ങ് നടക്കാറുണ്ട് ഒരു സമയത്ത്. ഞാൻ അവിടം വരെ അങ്ങ് പോകും. ഇത് മുഴുവൻ കിട്ടുമെന്ന് അറിയത്തില്ല. ലോങ് വീഡിയോ ആയിട്ട് ഇടേണ്ടി വരും. ഷോർട്ടായിട്ട് എന്തായാലും കിട്ടില്ല, പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് ഇടേണ്ടി വരും. അതാണ് പ്രശ്നം. കൂൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇന്ന് ഒരാൾ കൂട്ടുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഉണ്ണീനെ തിരിച്ച് വിളിച്ചോണ്ട് വന്നാലോ? ചുമ്മാ ഇപ്പൊ കഴുകുകയാണല്ലായിരിക്കും അല്ലേ? അയ്യാ എന്താ നടക്കാൻ പോവും.
സാധാരണ ഞാൻ അടുത്താണ് വരാറുള്ളത്. ഇന്ന് എൻ്റെ കൂടെ ഒരു അതിഥിയും കൂടെ ഉണ്ട്. ഞങ്ങൾ അടുത്ത അവധിക്ക് കുറച്ച് സ്ഥലം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ചിലപ്പം 30-ാം തീയതി എൻ്റെ കസിൻസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഞാൻ ജൽജാമ്മയുടെ മോനല്ലേ അത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കസിൻസിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകും. അല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ എന്തായാലും പോകും. വ്യൂ പോയിന്റ്സ് നടക്കാൻ പോന്ന ആർക്കും അറിയത്തില്ല എന്താ ചെയ്യുന്നതെന്ന്. ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത്ര നല്ല സ്കൈ. ഓക്കെ, തിരിയാം. ഇനി പോകുന്നുണ്ടോ അങ്ങോട്ട്? ഓക്കെ, ഇനി നേരെ തിരിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. എനിക്ക് സ്കൂളിൽ കുറേ പേര് പറഞ്ഞു, എനിക്ക് ഇവൻ്റെ ഉന്നത ക്ലാസ്സിലെ ആൻമരിയ എന്നുള്ളൊരു കൊച്ചുണ്ട്, അവൾ പറഞ്ഞു. പിന്നെ മാളവിക എന്നുള്ളൊരു കൊച്ചുണ്ട്, അവളും പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞേ? പിന്നെ എവലിൻ പറഞ്ഞു. അത് 6 പഠിക്കുന്ന. പിന്നെ വേറൊരു കാര്യം, കുങ്ങിണിപ്പൂ. അമ്മേ നല്ല രസമുണ്ട് ഈ കുങ്ങിണിപ്പൂ. ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ പൂ മൊത്തം താഴോട്ട് വീഴും. അല്ലാതൊന്നും പറ്റത്തില്ല. പക്ഷെ പൂ കിട്ടത്തില്ല. ഒരു പൂ കിട്ടുവാനും. ഓക്കെ, ഞാൻ നാളെ സ്റ്റഡി വ്ളോഗ് എടുക്കും. സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് പഠിക്കുന്ന വ്ളോഗൊക്കെ എടുക്കും. അതായത് ഞാനിപ്പോൾ ഒരു രാവിലെ നേരത്തെ എണീറ്റിട്ട് പഠിക്കുമെന്ന് ചോദിച്ചു, ആ ടൈമിലെ വ്ളോഗൊക്കെ എടുക്കും. ഇതുപോലെയൊക്കെ തന്നെ അത്യാവശ്യം. എൻ്റെ എത്രാമത്തെ വ്ളോഗാ? ആദ്യത്തെ ഏറ്റവും ആദ്യത്തെയാണ്. അതിന് മുമ്പ് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് പറഞ്ഞു. അത് ഒരു ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ബുക്ക് ഉണ്ടാക്കും. എൻ്റെ ഇഷ്ടം പോലെ സ്റ്റിക്കി നോട്ട് ഇരിപ്പുണ്ട്. സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞാൽ അതല്ല, ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കുറേ കുഞ്ഞു ബുക്ക് ഇരിപ്പുണ്ട്. അയ്യോ, പക്ഷേ ബാക്കിയെല്ലാം ഞാൻ എടുക്കുന്ന വീഡിയോസിന് ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിന് മാത്രം വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി എല്ലാ വീഡിയോസും ഞാൻ വോയിസ് ഓവർ കൊടുക്കും, പക്ഷെ ഇതിന് മാത്രം എനിക്ക് വോയിസ് ഓവർ കൊടുക്കണ്ടേ. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. നല്ല വ്യൂ ആണ്, അതെനിക്കറിയാം. ഞാൻ ചെയ്താൽ കേട്ടോ, നല്ല വ്യൂ ആണ്. ഇത് നിങ്ങൾ കാണണം. വൈകുന്നേരം ആകുമ്പോൾ പിങ്കും ഒരു ബ്ലൂവും ഒരു റെഡും വയലറ്റും ഇത്ര നിറത്തിലൊക്കെ വരും. അസ്തമനം എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ? അയ്യോ, ഇങ്ങനെ നമ്മൾ വീട്ടിലെത്താറ്. അപ്പോൾ ഒരു കുഞ്ഞ് മിനി വ്ളോഗ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിർത്തിയിരിക്കുന്നു. ബൈ ബൈ.